ഈ മുഖ്യമന്ത്രി തീരുമാനം അല്ലെങ്കിൽ ഈ പ്രഖ്യാപനമൊക്കെ വൈകുന്നതിൽ ഘടകകക്ഷികൾക്ക് അങ്ങേയറ്റത്തെ എതിർപ്പാണ്. പ്രധാനമായും ഈ ഒരു മികച്ച വിജയം, സംസ്ഥാനത്തെ ജനത നൽകിയ ആ മികച്ച വിജയം അതിൻ്റെ ശോഭ കെടുത്തുന്നു എന്ന തുടക്കം മുതൽ തന്നെ, അല്ലെങ്കിൽ ഡേ 1 ഈ വിധി ഡിക്ലെയറായ അന്ന് മുതൽ തന്നെ ഘടകകക്ഷികൾ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി എന്ന തീരുമാനത്തിലേക്ക് എത്തണമെന്ന്. അതിൽ ഏറ്റവും പ്രധാനമായും മുന്നിൽ നിന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്. അവരുടെ ആ അതൃപ്തി അന്നു മുതൽ അവർ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഇന്നിപ്പോൾ മലപ്പുറത്ത് മുസ്ലിം നേതൃയോഗം ലീഗിൻ്റെ നേതൃയോഗം ചേർന്ന ഇക്കാര്യങ്ങളെല്ലാം വിലയിരുത്തി ആ ഒരു വികാരം പൊതുവെ പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്തായാലും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ ലീഗ് മന്ത്രിമാരെ തീരുമാനിക്കാൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തു. വോട്ടെണ്ണൽ കഴിഞ്ഞ് 10 ദിവസം പിന്നിട്ടിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗിന്റെ നേതൃയോഗം പാണക്കാട് ചേർന്നത്. വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നിട്ടും മുഖ്യമന്ത്രി പദത്തിനായി നടക്കുന്ന മത്സരത്തിൽ യോഗം അസംതൃപ്തി രേഖപ്പെടുത്തി. പ്രഖ്യാപനം ഇനിയും വൈകരുതെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു. ഇനി ബാക്കി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഡൽഹിയിൽ നിന്നുള്ള തീരുമാനം വന്നതിന് ശേഷം എന്താണ് എന്നുള്ളത് ഫൈനലായിട്ട് എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് തങ്ങളെ അധികാരപ്പെടുത്തി. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചാലുടൻ ലീഗ് മന്ത്രിമാരെ തീരുമാനിക്കാൻ യോഗം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തി. 5 മന്ത്രിമാരെ ലഭിക്കുമെന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രതീക്ഷ. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തണമെന്നാണ് ലീഗിന്റെ ആഗ്രഹം. എന്നാൽ ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നത് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും ലീഗ് നേതൃത്വത്തിനുണ്ട്. പ്രത്യേകിച്ചും NSS നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ. അമൃത ന്യൂസ്, മലപ്പുറം.